ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ IBPS RRB PO ക്ലർക്കിൻ്റെ ഷോർട്ട് നോട്ടീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സാമിനെ കുറിച്ച് നമ്മൾ ആദ്യം കേൾക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എക്സാം ഏത് രീതിയിലാണ് നടത്തുന്നത്, എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്, ഏതാണ് എക്സാമിൻ്റെ പാറ്റേൺ, എന്താണ് എക്സാംസിന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് അല്ലെങ്കിൽ നമ്മളെന്നും മുമ്പേ പഠിക്കാൻ തുടങ്ങിയൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എല്ലാം അറിയുന്നില്ല. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയും ഇന്നെന്ന ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇന്നെന്ന വിഷയങ്ങൾ, റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ എക്സാംസിനും പ്രിലിമിനറി എക്സാംസിന് 3 സെക്ഷൻസാണ് ഉണ്ടാവുക: റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ്. അപ്പോൾ അതേ മനസ്സോട് കൂടിയിട്ട് RRBൻ്റെ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇംഗ്ലീഷ് നമുക്കവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാറ്റേൺ ചേഞ്ച് ആയതുപോലെ തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാറ്റേൺസിനെ കുറിച്ചിട്ടും സിലബസിനെ കുറിച്ചിട്ടും നല്ലൊരു പരിചയം വെക്കണം എന്നുള്ള കാര്യം എല്ലാ ട്യൂട്ടേഴ്സും പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും സിലബസ് നമ്മൾ കൃത്യമായിട്ടും കവർ ചെയ്തിട്ട് ഉണ്ടാവണം. എന്തൊക്കെയാണ് ഇല്ലെന്നെങ്കിലും എത്ര മണിക്കൂറാണ് എക്സാം എന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ RRBൻ്റെ എക്സാം എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ് ബാക്കിയുള്ള എക്സാംസ് നോക്കുമ്പം. കാരണം അവിടെ പ്രിലിംസ് എക്സാംസിന് ഉണ്ടാവുന്നത് 2 സെക്ഷൻസാണ് ഉണ്ടാവുക. ഒന്ന് റീസണിങ്ങും ഒന്ന് ന്യൂമറിക്കൽ എബിലിറ്റി മാത്രമേ അവിടെ ഉണ്ടാവൂ. ബാക്കിയുള്ള എക്സാംസിന് ഒരു സെക്ഷൻ എക്സ്ട്രാ ഉണ്ടാവും, ഇംഗ്ലീഷാണ്. പക്ഷേ RRBക്ക് ഇംഗ്ലീഷ് ഇല്ല. അത് എല്ലാവരും ഓർത്തിരിക്കുക. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ വിഷയം RRBയുടെ പ്രിലിംസ് എക്സാമിന് ഇല്ല. റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ആണ് നമുക്ക് കേരളത്തിലുണ്ടാവുക. ഇംഗ്ലീഷാണ് നമ്മൾ ചൂസ് ചെയ്യാൻ തോന്നുന്നു. അതേപോലെ റീസണിങ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 40 ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാർക്കും 40 ആണ്. ഡ്യൂറേഷനാണ് 25 മിനിറ്റ്സ്. അപ്പോൾ റീസണിങ്ങിന് 5 മിനിറ്റ് കൂടുതലാണ്. റീസണിങ്ങിൽ 25 മിനിറ്റ്സ് ആണ് നമുക്ക് 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അതേപോലെ ന്യൂമറിക്കൽ എബിലിറ്റിയാണ് രണ്ടാമത്തെ സെക്ഷൻ. അതിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ്. മാക്സിമം മാർക്കും 40 തന്നെയാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. റീസണിങ്ങിനേക്കാളും 5 മിനിറ്റ് കുറവായിരിക്കും ന്യൂമറിക്കൽ എബിലിറ്റിക്ക് ഉണ്ടാവുക. 20 മിനിറ്റ്സ് ആണ്. ടോട്ടൽ 80 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും 80 മാക്സിമം മാർക്സും 45 മിനിറ്റ്സ് ആണ് നമ്മുടെ എക്സാം ഉണ്ടാവുക. 3/4 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉണ്ടാവുക, 1 മണിക്കൂറല്ല. അപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സാംസിൻ്റെ സമയം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഇത് ഓഫീസ് അസിസ്റ്റൻസിൻ്റെയാണ് പറഞ്ഞത്. അത് ക്ലറിക്കൽ ലെവൽ എക്സാംസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ എക്സാം പാറ്റേൺ ആണ് പറഞ്ഞത്. നമ്മൾ POൻ്റെ എക്സാം പാറ്റേണിലേക്ക് വന്നാലും മാറ്റങ്ങളൊന്നുമില്ല. POൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് സെയിം പാറ്റേൺ ആണ്. ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്ന POൻ്റെ പാറ്റേൺ ആണ്. അതിലും നെയിം ഓഫ് ടെസ്റ്റ് രണ്ടും സെയിം ആണ്. 2 ടെസ്റ്റുകൾ. ഇവിടെയും എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് ഇല്ല. റീസണിങ്ങും ക്വാണ്ടും മാത്രമാണ് നമുക്ക് ഉള്ളത്. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമാണ് ഉണ്ടാവുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സെയിം ആണ്. 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സും 25 മിനിറ്റ്സും ആണ്. ക്വാണ്ടിറ്റേറ്റീവും 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 20 മിനിറ്റ്സ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 80 ക്വസ്റ്റ്യൻസും 80 മാക്സിമം മാർക്സും 45 മിനിറ്റ്സ് ആണ് എക്സാം ഡ്യൂറേഷൻ ഉണ്ടാവുക. അപ്പോൾ സെയിം ആണ്. ക്ലറിക്കൽ ലെവലിനായാലും POൻ്റെ ലെവലിനായാലും എക്സാം പാറ്റേൺസും എക്സാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ സെയിം ആണ്. അതേപോലെ 2 എക്സാംസിനും പിന്നെ എന്ത് ചെയ്യണം? മിനിമം ക്വാളിഫയിങ് മാർക്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്രിലിംസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? മെയിൻസ് എക്സാമിലേക്ക് പോകും. മെയിൻസ് എക്സാം എന്ന് പറയുമ്പോൾ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ പ്രിലിംസും മെയിൻസും മാത്രമേ ഉള്ളൂ, അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻ്റർവ്യൂ ഇല്ല. POൻ്റെ എക്സാം ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും. അപ്പോൾ ക്ലറിക്കൽ എക്സാംസിൻ്റെ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻസിൻ്റെ എക്സാംസിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ്റെ പാറ്റേണിൽ നമുക്ക് എന്തുണ്ട്? റീസണിങ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും ആണുള്ളത്. 2 ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതായത് ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതാണ്. കാൻഡിഡേറ്റ്സിന് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷാണ് നിങ്ങൾ എടുക്കുന്ന ലാംഗ്വേജ് എങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും എക്സാം ഉണ്ടാവുക. ഹിന്ദി ലാംഗ്വേജ് ആണ് എടുക്കുന്നതെങ്കിൽ ഹിന്ദിയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മീഡിയം അല്ല ഉദ്ദേശിച്ചത്, സെക്ഷൻസ് തന്നെയാണ്. ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ ഉണ്ടാവും, ഹിന്ദീൻ്റെ സെക്ഷൻ ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവും. 2 ഉണ്ടാവില്ല എന്ന് ഓർത്തിരിക്കുക. ഓപ്ഷണലാണ്. അതേപോലെ റീസണിങ്ങിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്നത് 40 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാത്തിൻ്റെയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 തന്നെയാണ്. അത് ഓർത്തിരിക്കുക. എല്ലാ സെക്ഷൻ്റെയും 5 സെക്ഷനാണ് നമുക്കുള്ളത്. 5 സെക്ഷനും 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ വ്യത്യാസം ഒന്നുമില്ല, എല്ലാ സെക്ഷനിലും ഒരുപാട്. പക്ഷേ മാർക്കിൽ വ്യത്യാസമുണ്ട്. റീസണിങ് നോക്കിയേ, 40 ക്വസ്റ്റ്യൻസിന് 50 മാർക്സ് ആണ് ഉണ്ടാവുക. 10 മാർക്സ് എക്സ്ട്രാ ആണ്.
40 ക്വസ്റ്റ്യൻസിന് 50 മാർക്സ് ആണുള്ളത്. ഡ്യൂറേഷനും വ്യത്യാസമുണ്ട്. 30 മിനിറ്റ്സ് ആണ് റീസണിങ്ങിന് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. 30 മിനിറ്റിൽ 40 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. കമ്പ്യൂട്ടർ നോളജിൽ 40 ക്വസ്റ്റ്യനും 20 മാർക്കേ ഉള്ളൂ. പകുതി മാർക്ക് മാത്രമേ ഉള്ളൂ. 15 മിനിറ്റ് മാത്രമേ എക്സാം ഡ്യൂറേഷൻ ഉള്ളൂ. അതേപോലെ ജനറൽ അവയർനെസ്സും 40 മാർക്കും 40 ക്വസ്റ്റ്യനുമാണ്. 40 ക്വസ്റ്റ്യനും 40 മാർക്കുമാണ്. പക്ഷേ സമയം വെറും 15 മിനിറ്റ് മാത്രമേ നമുക്ക് ജനറൽ അവയർനെസ് ഉള്ളൂ. ഇനി ഇംഗ്ലീഷാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്. 30 മിനിറ്റാണ് അവിടെ ഉള്ളത്. കറക്റ്റ് 40 കറക്റ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഹിന്ദിയും അതേപോലെ. പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയാണ്. അത് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റാണ് എക്സാമിന്. റീസണിങ് പോലെ തന്നെയാണ് ന്യൂമറിക്കൽ എബിലിറ്റിയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തറവായിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മനസ്സിലാക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസും അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിയൊക്കെ വേണം. ഇന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇന്ന സെക്ഷനിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് രണ്ടിലും വേണം. പ്രിലിംസിനും വേണം, മെയിൻസിനും വേണം. പക്ഷേ പ്രിലിംസ് നമുക്ക് 2 വിഷയമേ ഉള്ളൂ. അപ്പോൾ 80-ൽ എത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്തോളൂ. ഓക്കെ. ഓഫീസർ സ്കെയിൽ 1ൻ്റെ മെയിൻസ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അതും സെയിം ആണ്. 40 ക്വസ്റ്റ്യനാണ് എല്ലാത്തിലും ഉണ്ടാവുക. അതേപോലെ മാർക്കും ഒക്കെ സെയിം ആണ്. സെയിം എക്സാം പാറ്റേൺ ആണ് രണ്ടിനും ഉണ്ടാവുക. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റിന് എന്തുണ്ടാവില്ല, ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. പ്രിലിംസും മെയിൻസും മാത്രമേ ഉണ്ടാവും. അതോടെ കഴിയും. പക്ഷേ ഓഫീസർ സ്കെയിലിന് പ്രിലിംസും മെയിൻസും കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും. ആ ഒരു വ്യത്യാസം മാത്രമേ രണ്ടും തമ്മിലുള്ളൂ. ബാക്കി എക്സാം പാറ്റേൺസിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും എൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ലെവൽസും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഫീസിൻ്റെ കാര്യം കൂടി പറയും. ഫീസിൻ്റെ കാര്യം വരുന്നത് SC/ST PWBDക്ക് 175 രൂപയാണ് എക്സാം ഫീസ് വരിക. അതേപോലെ ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസിനും 850 രൂപ 850 റുപ്പീസാണ് എക്സാം ഫീസ് വരിക. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 21 വരെയാണ് അപ്ലിക്കേഷൻ ഡേറ്റ് ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും അത് അപ്ലൈ ചെയ്യുക. ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ കട്ട് ഓഫ് സ്കോറൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. താങ്ക് യു.